നമസ്കാരം. വെറും 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നം പോലെ 2 നിലയിൽ വളരെ കുറഞ്ഞ സ്പേസോടുകൂടെ വളരെ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കിടിലനൊരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിന് പേര് വെച്ചിരിക്കുന്നത് ഏദൻ ഗാർഡൻ എന്നുള്ളതാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് വാളിനോടും അതോട് ചേർന്ന് തന്നെ നിൽക്കുന്ന GI പൈപ്പും HPL ഷീറ്റും കോമ്പിനേഷനായിട്ട് നൽകിയിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് ഗേറ്റുമാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിന് സ്വിങ് ഓപ്പൺ ആയിട്ട് വരുന്ന ഗേറ്റ് നൽകാതെ പകരം സ്ലൈഡിംഗ് ഗേറ്റ് നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം മുറ്റത്തിൻ്റെ സ്പേസ് കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. സ്ലൈഡിംഗ് ഗേറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറ്റത്ത് വിശാലമായിട്ടുള്ളൊരു സൗകര്യം തന്നെ ലഭിക്കുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടംപററി ടച്ചോട് കൂടിയിട്ടുള്ള എലിവേഷനാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. വുഡൻ എലമെൻറ്റ്സ് നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലാസ് നമുക്കിതിൻ്റെ ബാൽക്കണി സ്പേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഓപ്പണിങ്സ്, വിൻഡോസൊക്കെ വലിയ വിൻഡോസാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ബാൽക്കണിയുടെ റൂഫാണെങ്കിൽ ഒരു വുഡൻ ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ റൂഫിങ്ങിലേക്ക് വരുന്ന സമയത്ത് GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് കാർ പോർച്ച് പണിതിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഗ്ലാസ് റൂഫാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു മോഡേൺ കണ്ടംപററി ടച്ച് വരുന്ന വീടാണ് ഇവിടെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈനിങ് എക്സിക്യൂഷൻ എല്ലാം ചെയ്തെന്നുള്ള കാര്യം ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. സോ ഈ വീട് പണിതിരിക്കുന്ന ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്ത് കീ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. ഞങ്ങൾ വന്ന് ഓക്സിക്കോ ഹോംസിൻ്റെ ബോർഡ് അംഗങ്ങളാണ്. എൻ്റെ പേര് റിഫാസ് എന്നാണ്. ഇദ്ദേഹം വന്ന് ലക്ഷ്മി നാരായണൻ. ഇദ്ദേഹമാണ് നമ്മുടെ ഡിസൈൻ ആർക്കിടെക്ട്. ഈ വീടിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട് പുള്ളിയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇദ്ദേഹം സുനീറാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത്. അബ്ദു, ശ്രീജിത്ത്, ഇവർ രണ്ടുപേരും നമ്മുടെ സൈറ്റിന്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കി പോകുന്നത്. നിങ്ങളുടെ ഓഫീസ് വരുന്ന ലൊക്കേഷൻ എവിടെയാണ്? നമ്മുടെ ഓഫീസ് ട്രിവാൻഡ്രത്ത് പ്രാവച്ചമ്പലത്തിനടുത്ത് വലിയർത്തല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ഓഫീസ് സ്ഥിതി. ഓക്കെ. ഈ 5 ചെറുപ്പക്കാരാണ് ഈ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീട്ടിൽ എന്തൊക്കെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? ഞങ്ങൾ ഈ പ്ലോട്ട് എടുക്കുന്ന സൈറ്റ് ക്ലീനിങ് മുതൽ ലാസ്റ്റ് 10 കീ പ്രോജക്റ്റ് വരെയുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പ്, കോമ്പൗണ്ട് വാൾ, ഇത്രയും വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവർ ഈ വീട് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെ ചെയ്തിരിക്കുന്നു, ഇൻറ്റീരിയർ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം. ഈ ഒരു വാള് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് ഔട്ട്സൈഡിൽ നിന്ന് കാണുന്നൊരു വാളായതിനെ കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ആരംഭിക്കാം. ഈ ചെയ്തിരിക്കുന്ന ഒക്കെ ടൈലാട്ടോ, വിട്രിഫൈഡ് ടൈല്, മാറ്റ് ഫിനിഷിൽ വരുന്ന വിട്രിഫൈഡ് ടൈല് ചെറിയ സൈസാക്കി കട്ട് ചെയ്ത് അതിനിടയിലെല്ലാം എപ്പോക്സി ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് പാറ്റേൺസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങി ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി സ്പേസ് വരെ നേരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ കംപ്ലീറ്റ് വാള് ഈ ഒരു ടൈല് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അലുമിനിയം വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ ടഫൻഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ക്യാൻഡിലിവർ പ്രൊജക്ഷൻ ഇവിടെ നൽകിയിരിക്കുകയാണ്. മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഒരു ക്യാൻഡിലിവർ ബാൽക്കണി നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊജക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ കാണുന്ന വുഡൻ എലമെൻറ്റുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലാണ്. നേരെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലൂ ഗാലക്സി ടൈപ്പിൽ വരുന്ന തരത്തിലുള്ള 15 mm തിക്നെസ് ഉള്ള ടൈലാണ് നൽകിയിട്ടുള്ളത്. നല്ല ഗ്ലോസി ഫിനിഷിൽ വരുന്ന ടൈൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു ഷൂ റാക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടെ കുഷനായിട്ട് നൽകിയിരിക്കുന്നു. ഇവിടേക്ക് വരുന്ന സമയത്ത് വിൻഡോസിൻ്റെ ഡിസൈൻ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് ആണ് വിൻഡോസിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ തേക്ക് മരത്തിലാണ് ഫ്രണ്ട് ഡോറും കട്ടിലയും വിൻഡോസും എല്ലാം ചെയ്തിരിക്കുന്നത്. തേക്ക് മരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂസ് നൽകിയിട്ട് ഒരു മോഡേൺ ടച്ച് വരുന്ന രീതിയിലാണ് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോക്കായിട്ട് ഡിജിറ്റൽ ലോക്കാണ് നൽകിയിട്ടുള്ളത്. യെയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ ലോക്കാണ് നൽകിയിട്ടുള്ളത്.
ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ മനോഹരമാണ് വീടിൻ്റെ ഇൻറ്റീരിയറും. ഒരുപാട് എക്സ്പെൻസ് കുത്തി നിറച്ച് ഒരുപാട് ലക്ഷറി ആയിട്ടൊന്നും ചെയ്യാതെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയർ വൃത്തിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. വീടിനകത്തേക്ക് ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ആദ്യം പോകുന്നത് ഈ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രെയർ സ്പേസിലേക്കാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരുന്നതിൽ ഈ വീടിൻ്റെ ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫാമിലി ലിവിങ് സ്പേസിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 390 ആണ് ഇവിടെ ലെങ്ത്ത് വരുന്നത്, 360 ആണ് ഇവിടെ വിഡ്ത്ത് വരുന്നത്. ഒരു എൽ ഷേപ്പ് സോഫ സീറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡിസൈനേഴ്സ് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിയിപ്പിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ഈ സോഫ സീറ്റർ എന്ന് പറയുന്നത്. ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് വരുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വുഡിൽ തീർത്തിട്ടുള്ള സോളിഡ് വുഡിൽ തീർത്തിട്ടുള്ള ഒരു കോഫി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നേരെ നമ്മൾ ബാക്കിലെ വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് പാനലിങ് ചെയ്തിരിക്കുന്നു, അതിനിടയിൽ സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് എഫക്റ്റ് വാളിൽ നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയി കാണുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മിറർ ചെറിയ രീതിയിൽ വാളിൽ ഇതേപോലെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകളാണ് സീലിങ്ങിൽ നമുക്ക് കൂടുതലായിട്ട് എടുത്ത് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ LED പാനൽ ലൈറ്റുകളും കൃത്യമായിട്ട് നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസിൽ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അതിമനോഹരമായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ലൂവേഴ്സാണ്. മൾട്ടിവുഡ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലൂവർ പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരുപാട് ഹാങ്ങിങ് ലൈറ്റുകൾ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ TV നിൽക്കുന്ന ഈ വാളിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് വാളായിട്ട് ടൈലാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിൽ 6x4 സൈസിൽ വരുന്ന ബിഗ് സ്ലാബ് ടൈല് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ നമുക്ക് ജോയിൻറ്റുകളോ അതിൻ്റെ ഇടയിലുള്ള എപ്പോക്സികളോ ഒന്നും കാണാൻ പറ്റില്ല. ഒരു മാർബിൾ ഒണിക്സ് ഫിനിഷ് നമുക്ക് ബാക്ക് വാളിൽ ഫീൽ ചെയ്യുന്നു. ഇവിടെ ഒരു അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റ് പോലെ നൽകിയിരിക്കുന്നു. അത് നല്ലൊരു ഭംഗി ഈ ഒരു പോർഷന് നൽകുന്നുണ്ട്. നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ചെയ്തിരിക്കുന്നത് വാൾപേപ്പേഴ്സാണ്. അത് ഈ വാൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. TV യൂണിറ്റിന് ചുറ്റും ഇതേപോലെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ട് വാൾ ഡെക്കോർ ഐറ്റംസ് ഈ സ്റ്റോറേജ് സ്പേസിൽ മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അവിടെ സ്റ്റെയർ കേസിൻ്റെ അടുത്താണ്. ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടെമ്പററി പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. നല്ല പാർട്ടീഷൻ്റെ ഡിസൈനുകൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഡിസൈൻ ഒന്ന് നോക്കൂ. പൂർണ്ണമായിട്ടും GI പൈപ്പിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. GI പൈപ്പിൽ ബ്ലാക്ക് കളറും അതേപോലെ ഗോൾഡൻ ഫിനിഷും നൽകിയിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അതിലെല്ലാം മെറ്റൽ ഷീറ്റുകൾ ഇതേപോലെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഷോ ഡെക്കോർ ഐറ്റംസ് എല്ലാം ഇതിൽ വെച്ചിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെഡ്റൂമിൽ നിലവിൽ ഇപ്പോൾ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഒരു ബെഡ്റൂം സ്പേസ് പോലെയല്ല, അവർക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ഒന്നും അവിടെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീടിനകത്തേക്ക് ആദ്യം കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രയർ ഏരിയ ആണ്. വളരെ ഭംഗിയായിട്ട് ബൾബുകളൊക്കെ വെച്ച് നല്ല പ്രകാശഭരിതമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലത്തെ ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. വളരെ ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആവുന്ന 6 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ നൽകിയിരിക്കുന്നത്. സിമ്പിളായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയർ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ ഇതേപോലത്തെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമ്മുടെ വീടിനകത്ത് കൊണ്ടുവരുമ്പോൾ ആ ഒരു ഇൻറ്റീരിയറിൽ ഇത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് നല്ല ഭംഗിയുള്ളൊരു ഫീലാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയയുടെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. നേരെ വാഷ് ഏരിയയിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇതേപോലെ പാനലിങ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ബ്ലാക്ക് കളർ ലാമിനേറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ അകത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. സൈഡിൽ മൾട്ടിവുഡ് കൊണ്ടുള്ള വാൾ ലൂവേഴ്സ് നൽകിയിട്ടുണ്ട്. മിററിന് ബാക്ക് സൈഡിൽ ലൈറ്റ് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്.
ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. വാനിറ്റി കൗണ്ടർ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. അത് എഡ്ജ് ബാൻഡൊക്കെ ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും അടിഭാഗത്ത് ഇതേപോലൊരു ക്ലിയറൻസ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പേസ് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്യാപ്പാക്കി വിടുന്നത്. ഏതാണ്ട് ഒരു 20 സെൻറ്റിമീറ്റർ ഇവിടെ ഒരു ക്ലിയറൻസ് സ്പേസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു വാഷ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗം വുഡൻ ഫ്ലോറിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടൈലാണ് കേട്ടോ, എന്നാലും വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് സൈഡിൽ ഇവിടുത്തെ ഓപ്പൺ കിച്ചണാണ് വരുന്നത്. എൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പാറ്റിയോ സ്പേസ് നൽകിയിട്ടുണ്ട്. ഇടത് സൈഡിലാണ് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് 1 by 1 ആയിട്ടൊന്ന് കാണാം. ആദ്യം നമുക്ക് ഇവിടുത്തെ പാറ്റിയോ സ്പേസ് ഒന്ന് കാണാം. പാറ്റിയോ സ്പേസിൻ്റെ മുമ്പിൽ ഇതേപോലൊരു ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഡോറിൽ കേർട്ടൻസ് നൽകിയിരിക്കുന്നു. ഡബിൾ ലെയർ ആയിട്ടാണ് കേർട്ടൻ നൽകിയിരിക്കുന്നത്. ഒരു ലെയർ ഷിയർ കേർട്ടൻസ് നൽകിയിരിക്കുന്നു, വേറൊരു ലെയർ ബ്ലാക്ക് ഔട്ട് കേർട്ടൻസ് നൽകിയിരിക്കുന്നു. നേരെ നമ്മൾ പാറ്റിയോ സ്പേസിലേക്ക് വരികയാണെങ്കിൽ അലുമിനിയം പ്രൊഫൈലിൽ ടഫൻഡ് ഗ്ലാസ് നൽകിയിട്ടാണ് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ നൽകിയിരിക്കുന്നത്. നമുക്കൊന്ന് സ്ലൈഡിംഗ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് പാറ്റിയോ സ്പേസ് ഒന്ന് കാണാം. പാറ്റിയോ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഒരു നാച്ചുറൽ ഫീല് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഭാഗം ഇതേപോലെ ഒരു വാട്ടർ ബോഡി പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നേരെ ഇതിൻ്റെ റൂഫിലേക്ക് വരികയാണെങ്കിൽ GI പൈപ്പുകൾ ഉപയോഗിച്ച് പർഗോളാസ് ആയിട്ടാണ് ഇതിൻ്റെ റൂഫ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ ഒരു സ്വിംഗ് ചെയർ നൽകിയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് സമയത്തൊക്കെ നമുക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ വായിക്കാൻ, പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും സ്ക്രോൾ ചെയ്യാനൊക്കെ ഇതേപോലത്തെ ഒരു സ്പേസിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഫീൽ ആയിരിക്കും നമുക്ക് നൽകുന്നുണ്ടാവുക. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇത് കോൺക്രീറ്റിൽ തന്നെ, വീട് വെക്കുമ്പോൾ തന്നെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടൊരു സ്ലാബ് അടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഒരുപാട് കോസ്റ്റ് നമുക്ക് കുറയും. പിന്നെ നമ്മൾ ആകെ ഇതിൻ്റെ ടൈല് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് ആ ഒരു വുഡൻ എലമെൻറ്റ് നൽകിയിട്ടുള്ളത്. തിരിച്ച് നമ്മൾ വീടിനകത്തേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഡൈനിങ് സ്പേസിൻ്റെ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല. ഏതാണ്ട് 4.5 മീറ്ററാണ് ആ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ ലെങ്ത് വരുന്നത്. 3.6 മീറ്റർ വീതിയും വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ 2 ഭാഗത്തൂടെയും നടക്കാനുള്ള സ്പേസ് നമുക്ക് ധാരാളമായിട്ട് ഈ ഒരു സൈസിൽ ലഭിക്കുന്നുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. വീട്ടിൽ 2 കിച്ചൺ ഉണ്ട് കേട്ടോ. ഒന്നൊരു ഓപ്പൺ കിച്ചണാണ്, മറ്റൊന്ന് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിലേക്ക് തൽക്കാലം നമുക്ക് പെർമിഷൻ ഇല്ല. സോ നമ്മൾ ഓപ്പൺ കിച്ചണാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓപ്പൺ കിച്ചണിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഡിസൈൻ നമ്മൾ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ മറൈൻ പ്ലൈവുഡിലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഗ്ലോസി ഫിനിഷ് വുഡൻ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. WPC ലൂവേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചണകത്തേക്ക് വരികയാണെങ്കിൽ കിച്ചൻ്റെ സൈസ് വരുന്നത് 3.60 സൈസ് വരുന്നത്. 3.60 ഇതിന് വീതിയും വരുന്നുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലോറിംഗ് മെറ്റീരിയൽ വുഡൻ ടൈലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ കോമൺ സ്പേസിൽ എല്ലായിടത്തും, അതായത് ലിവിങ് സ്പേസിലും ഡൈനിങ് സ്പേസിലും എല്ലാം ഇതേപോലെ വൈറ്റ് ഫിനിഷ് വരുന്ന വിട്രിഫൈഡ് ടൈലായിരുന്നു നൽകിയിട്ടുള്ളത്. ഈ ടൈലിൻ്റെ പ്രത്യേകത എന്താ അറിയോ? സാറ്റിൻ ഫിനിഷ് എന്ന് പറയുന്ന തരത്തിലുള്ള ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 160-80 സൈസിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിനിടയിൽ ബ്ലാക്ക് കളർ എപ്പോക്സി കൂടെ നൽകിയിട്ടുണ്ട്. ഇത്തരം ടൈലുകളുടെ പ്രത്യേകത, നമ്മൾ ബെയർ ഫൂട്ടായിട്ട് ചെരുപ്പിടാതെ ഈ ടൈലിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ടൈലിന് നല്ലൊരു സോഫ്റ്റ്നെസ് ആയിരിക്കും. നല്ല രസത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് നമ്മുടെ ഫ്ലോറിൽ കൊണ്ടുവരാൻ ഇതേപോലെ സാറ്റിൻ ഫിനിഷ് ടൈലുകൾ, ബേബി ടച്ച് ടൈലുകൾ എന്നൊക്കെയാണ് പല കമ്പനികളും പറയാറുള്ളത്. പോഷ് ഫിനിഷ് ടൈൽ എന്നൊക്കെ പറയും. അത്തരത്തിലുള്ള ടൈലാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ നല്ലൊരു ഫീൽ ആയിരിക്കും വരിക. കിച്ചൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ കിച്ചണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ ഗോൾഡൻ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഗ്ലോസിനെസ് ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയിട്ട് മറൈൻ പ്ലൈവുഡിൻ്റെ മുകളിൽ അക്രിലിക് ലാമിനേഷനാണ് ഡിസൈനേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പർ ലിവിങ്ങിലേക്ക് വരികയാണെങ്കിൽ കുറേ കൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു ടോണാണ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്രേ ടച്ച് വരുന്നു. അതിൽ ഹാൻഡിലായിട്ട് ഗോൾഡൻ ഫിനിഷ് ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. ഫാബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത് നോക്കുക. ഈ ഭാഗത്താണ് ഹുഡ് ആൻഡ് ഹോബ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത്. വർക്കിംഗ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഇത് 3 ആക്സസ്
ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാനിങ് ചെയ്തു വെച്ചിരിക്കുന്നത്. കിച്ചണിൽ നൽകിയിരിക്കുന്ന കൗണ്ടർ ടോപ്പിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗ്രേ ഫിനിഷിൽ വരുന്ന കോഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൻ്റെ ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കോഡ്സിൻ്റെ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കിച്ചണിൽ വലിയ സ്പേസ് ഒന്നുമില്ല, വളരെ ഒരു മീഡിയം സൈസ് മാത്രമേ കിച്ചണ് നൽകിയിട്ടുള്ളൂ. എന്നാലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിച്ചണിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് പോലെ ഒരു ഷെൽഫ് നൽകിയിരിക്കുന്നു. അതിൽ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അടുക്കി വെക്കാനും അതിനിടയിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഗ്ലാസ്സിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് 2 ലിഫ്റ്റപ്പുകൾ ഇവിടെയും നൽകിയിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ലിഫ്റ്റപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ GTPT എന്ന് പറയും, നമ്മുടെ ഗ്ലാസും പ്ലേറ്റൊക്കെ അടുക്കി വെക്കാനുള്ള ഒരു യൂണിറ്റ് ഇതിനകത്ത് നൽകിയിരിക്കുന്നു. നേരെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ അവിടെയും സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്, ഓപ്പൺ സ്പേസുകൾ നൽകിയിട്ടുണ്ട്, ഇതേവരെ ടോൾ യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈവൻ ഫ്രിഡ്ജിന് കൃത്യമായിട്ടുള്ളൊരു സ്പേസ് തന്നെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഒരു കസ്റ്റമർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്താണ് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ കോർട്ട്യാർഡ് സ്പേസ് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് മുകളിലേക്കുള്ള ആക്സസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസ് വരുന്നത് ശരിക്കും ഒരു കോർട്ട്യാർഡിനകത്താണ്. അങ്ങോട്ട് പോകുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ നാച്ചുറൽ സ്റ്റോൺ വിരിച്ചിരിക്കുകയാണ്. പാരഡൈസ് സ്റ്റോൺ എന്നാണ് ഇത്തരം സ്റ്റോണുകളെ വിളിക്കുക. ഇതിനിടയിലെല്ലാം പെബിൾസുകൾ നൽകിയിരിക്കുന്നു. ആ ഭാഗത്തുകളെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഒരു ബോൺസായി ട്രീ വീടിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓപ്പണിങ്ങുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. റൂഫിലായാലും ഇവിടെ നൽകിയിരിക്കുന്ന വലിയ വിൻഡോ ആണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചം വീടിനകത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ഡിസൈനേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വാളിൽ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും ഇവിടുത്തെ ഇലക്ട്രിക്കൽ DB വരുന്നൊരു പോർഷനാണ്. നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഊരിയെടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇതേപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാള് കറക്റ്റായിട്ട് നമുക്ക് ഈ ഡിസൈൻ ഫില്ല് ചെയ്തെടുക്കാൻ സാധിക്കും. ചില സ്ഥലത്തൊക്കെ ആ DB വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചത് മറയ്ക്കുന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ട് ആ ഒരു ഏരിയ മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഒന്ന് കാണാം. ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ 360 390 ബെഡ്റൂം സൈസ് നൽകിയിരിക്കുന്നത്. 390 ലെങ്ത്തും 360 വീതിയുമാണ് നൽകിയിട്ടുള്ളത്. ഒരു ഡബിൾ കോട്ട് ബെഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോർമലായിട്ടും ഇവരുടെ മുമ്പത്തെ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബെഡ് തന്നെയാണ് ഇവരിവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ടെക്സ്ചർ ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് നേരെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിൽ പോയിട്ട് അവിടെ ഒരു ബോർഡറിനടിയിൽ ഇതേപോലെ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ് പോലെ അതിനകത്ത് നിന്ന് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലൂവേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലൂവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. ബ്ലൈൻഡ്സ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ബീച്ച് ടോൺ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാളിലേക്കാണ്. 4 ഡോറ് വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് മുഴുവൻ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് എൻ്റെ ഇടത് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ വീട്ടിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഡ്രസ്സിങ് ഏരിയയും നൽകിയിട്ടുണ്ട്. നേരെ ഈ സ്പേസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയൊരു LED മിറർ നൽകിയിരിക്കുന്നു. അതിൽ ഇതേപോലെ നമുക്ക് LED ലൈറ്റ് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നന്നായിട്ട് നൽകിയിട്ടുണ്ട്. അതിനൊരു വുഡൻ പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ലാമിനേഷൻ നൽകിയിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ സിംഗിൾ മിറർ നൽകിയിരിക്കുന്നു. അതിനൊരു മിറർ ലൈറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സൈസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ഡോറായിട്ട് നൽകിയിരിക്കുന്നത് FRP ഡോറാണ്. നല്ല ഭംഗിയുള്ളൊരു ടോയ്ലറ്റ് ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. നവരംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ FRP ഡോറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ് ആയിട്ട് വരുന്ന ക്ലോസറ്റാണ് ടോയ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ടാട്ടോ. സാധാരണ നമ്മൾ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ സ്റ്റീൽ സ്റ്റെയർ കേസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൊരു സപ്പോർട്ട് കാണാം.
അല്ലെങ്കിൽ രണ്ട് സൈഡിലും നിങ്ങൾക്കൊരു സപ്പോർട്ട് കാണാം. ഇവിടെ സെൻറ്ററിലോ സൈഡിലോ നിങ്ങൾ സപ്പോർട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കൂ. ക്യാൻറ്റിലിവർ ആയിട്ട് വരുന്ന ടൈപ്പ് സ്റ്റെയർ കേസാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഭിത്തിയിലാണ് ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത്. അവിടെ നിന്നും ക്യാൻറ്റിലിവർ ആയിട്ട് സ്റ്റീൽ പ്ലേറ്റുകൾ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സോളിഡ് വുഡ് ഉപയോഗിച്ച് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള സ്റ്റെയർ കേസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയിലായിട്ട് ചെയ്തിരിക്കുന്നത് ടഫൻഡ് ഗ്ലാസും വുഡനുമാണ്. അതേപോലെ വേറൊരു കാര്യം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ ആ സ്റ്റെപ്പുകൾ മുഴുവനായിട്ട് ലൈറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്തും അതേ രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ വാളിലേക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ലൈറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് വീടിനകത്തേക്ക് ആവശ്യത്തിനുള്ള നാച്ചുറൽ ലൈറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് വലിയ ഓപ്പണിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വിൻഡോ ഫിക്സ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ എലവേഷൻ നോക്കുന്ന സമയത്ത് ആ ഒരു വിൻഡോ ഡിസൈനിങ്ങിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അതേസമയത്ത് മുകളിൽ നേരെ റൂഫിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഹെക്സഗണൽ ഷേപ്പിൽ ഓപ്പണിങ്സ് നൽകിയിട്ട് ഒരു നാച്ചുറൽ ലൈറ്റ് നമുക്ക് റൂഫിനകത്ത് നിന്നും അകത്തേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനും ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 3 ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേർട്ടൻ്റെ ബ്ലൂ ഷെയ്ഡിനൊപ്പം ലൈറ്റ് വരുന്ന സമയത്ത് നല്ലൊരു ഫീലിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറി നേരെ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ലിവിങ് സ്പേസ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3.60 ഇവിടെ ലെങ്ത് വരുന്നത്, 4 മീറ്റർ ആണ് ഇവിടെ വീതി വരുന്നത്. ഇവിടെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വെച്ചൊരു നല്ലൊരു വർക്ക് സ്പേസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് രണ്ടാമത് ഒരു ബെഡ്റൂം കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൽ മറ്റൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. റോയൽ ഓക്കിൻ്റെ കട്ടിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ക്യൂൻ സൈസിൽ വരുന്ന കട്ടിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിലേക്ക് വരുന്ന സമയത്ത് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാളിന് ഗ്രീൻ ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ചാർക്കോൾ പാനൽ ആ ഒരു എൻഡിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന വാർഡ്രോബ്, ഫ്ലോട്ടിംഗ് വാർഡ്രോബ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഗ്ലാസ് വരുന്ന തരത്തിലുള്ള വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മുകൾ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. അതിനെല്ലാം വുഡൻ ഡോറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാളിലേക്ക് വരികയാണെങ്കിൽ വാള് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് വുഡൻ ലൂവേഴ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു കൗണ്ടർ ടോപ്പ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് അയൺ ബോക്സ് യൂസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെങ്കിലോ ഒക്കെ ഒരു സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റീരിയർ സ്പേസിൽ ആവശ്യമാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ലൈറ്റ് പോയിൻറ്റ്സ് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യിപ്പിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സിനോട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഫീച്ചേഴ്സ് വേണം എന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയുകയും വേണം. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബാൽക്കണി സ്പേസ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. വലിയ സ്ലൈഡിങ് ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അലുമിനിയം ഡോറാണ് നൽകിയിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബാൽക്കണി സ്പേസിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വരികയാണെങ്കിൽ ഏകദേശം 1 മീറ്ററാണ് ഇവിടെ വീതി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ആ ഒരു ബെഡ്റൂമിൻ്റെ ലെങ്ത് തന്നെ ഇവിടെ വരുന്നുണ്ട്. 3.90 3.60 ബെഡ്റൂമിന് സൈസ് നൽകിയിട്ടുള്ളത്. സോ 3.90 തന്നെ ഇവിടെ ബാൽക്കണിക്ക് സ്പേസ് വരുന്നു. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഔട്ട് സൈഡ് ആരാണ് വന്നിരിക്കുന്നത്, മുറ്റത്ത് എന്താണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് കാണാനുള്ളൊരു വിസിബിലിറ്റി ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. വാർഡ്രോബ് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഇതേപോലൊരു സ്പേസ് നൽകി ഇവിടെ ഇതേപോലെ ഷെൽഫുകൾ നൽകിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡ്രസ്സിങ് ഏരിയയിൽ നൽകിയിരിക്കുന്ന ഗ്ലാസ് നോക്കൂ, വലിയ സൈസിലുള്ളൊരു മിററാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ LED സ്ട്രിപ്പ് ലൈറ്റ് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന മോഡലാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. നവരംഗിൻ്റെ FRP ഡോറ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനും ബാത്റൂം ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വിട്രിഫൈഡ് ടൈലാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിൽ നിന്നും ഏതാണ്ട് ഈ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ആ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരു മീഡിയം സൈസ് ബെഡ്റൂം സൈസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 10x12 സൈസ്, അതായത് 300x360 റൂം സൈസ് നൽകിയിട്ടുള്ളത്. നേരെ ബെഡ്റൂമിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒരു സിംഗിൾ കോട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളിൽ ടെക്സ്ചർ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബ്ലൈൻഡ് നൽകിയിരിക്കുന്നത് സീബ്ര ബ്ലൈൻഡാണ്. വാർഡ്രോബ് ഇതേപോലെ വാളിനകത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പോർഷൻ പുറത്തോട്ട് ഇറക്കി കെട്ടിയിട്ട് വാർഡ്രോബ് അതിനിടയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ബെഡ്റൂം സ്പേസ് ആയതുകൊണ്ട് തന്നെ വാർഡ്രോബ് തള്ളി നിൽക്കുമ്പോൾ കുറച്ച് സ്ഥലം നഷ്ടപ്പെടുന്നത് ഇതേപോലെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഒരു വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. എക്സ്റ്റീരിയർ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു വിൻഡോ നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ നൽകിയിട്ടുണ്ട്. ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നത് ദാ ഇവിടെയാണ്. മിറർ വരുന്നു, ഒരു പ്രൊഫൈൽ ലൈറ്റ് വരുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ്. FRP ഡോറ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റ് ടോയ്ലറ്റുകൾ നമ്മൾ കാണാത്ത രീതിയിൽ ഒരു വുഡൻ ഫിനിഷ് ടൈലുകൾ കൂടെ ഈ ഒരു ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ജോലിയുടെ സ്റ്റൈലൊക്കെ മാറി അധികം ആളുകളും ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി ആളുകൾ അന്വേഷിക്കുന്ന ഒരു ഏരിയയാണ് വർക്ക് സ്പേസ്. വീട്ടിനകത്തൊരു വർക്ക് സ്പേസ് എങ്ങനെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ഒരു ടേബിൾ നൽകിയിരിക്കുന്നു. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ വാളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്നത് വാൾ പേപ്പറാണ്. ഇതിൻ്റെ മുമ്പിൽ ഒരു സ്റ്റോറേജ് സ്പേസ്, ബുക്ക് ഷെൽഫ് പോലെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ WPC ലൂവറുകളാണ് നൽകിയിരിക്കുന്നത്. ആ ലൂവറിൻ്റെ സെൻറ്റർ പോർഷൻസിലെല്ലാം ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ഫ്ലൂട്ടഡ് ഗ്ലാസ് നൽകിക്കൊണ്ട് ഒരു ഡോർ ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ആ ലൈറ്റ് ആംബിയൻസും അതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കുന്ന സമയത്ത് നല്ല എലഗൻ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വീട്ടിലെ ഏറ്റവും വൈബുള്ളൊരു സ്പേസും എലവേഷൻ നോക്കുന്ന സമയത്ത് വീടിന് ഏറ്റവും നല്ല ഭംഗി നൽകുന്ന ഒരു എലമെൻ്റ് കൂടെയാണ് ഇവിടെ നൽകിയിരിക്കുന്ന ബാൽക്കണി സ്പേസ് എന്ന് പറയുന്നത്. ബാൽക്കണിയിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഷോവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഷോവാള് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണിയിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ട് വരെ സെയിം പാറ്റേണിൽ തന്നെ പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ ചെയ്തിരിക്കുന്നത്. ടൈല് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിലെല്ലാം എപ്പോക്സി ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. നേരെ ഇതിൻ്റെ റൂഫിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ഒരു റൂഫിംഗ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് ചെയ്തിരിക്കുന്നത് ആദ്യം GI ട്രസ് വർക്ക് ചെയ്തു. അതിന് പില്ലറുകളൊക്കെ നൽകിയിരിക്കുന്നത് GI റൗണ്ട് പൈപ്പിൽ തന്നെയാണ്. പിന്നീട് അതിന് റൂഫിംഗ് ആയിട്ട് GI റൂഫിംഗ് ഷീറ്റുകൾ നൽകി അതിലൊരു വുഡൻ എലമെൻറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ACP ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ ഈ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എലവേഷനിൽ കാണുന്ന വുഡൻ ലൂവറുകളൊക്കെ നമുക്ക് വളരെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. അലുമിനിയം പൈപ്പ്സ് ഉപയോഗിച്ച് പൗഡർ കോട്ടഡ് ആയിട്ട് വരുന്ന വുഡൻ പാറ്റേൺ വരുന്ന അലുമിനിയം പൈപ്പ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലൂവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതിൽ GI പൈപ്പുകൾ ബെൻഡ് ചെയ്തിട്ടാണ് ഒരു ഹെക്സഗണൽ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഔട്ട്സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഒരു ഭംഗി വീടിന് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ സഹായിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തിരുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടെ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്വപ്ന സുന്ദരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്സിക്കോ ഹോംസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീട് പണിതിട്ടുള്ളത്. അവരെന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ സർവീസ്, അവരുടെ ഓഫീസ് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിനു മുമ്പ് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, വീട് പണിയുന്ന സമയത്ത് അവരുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സോ ഈ വീട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ഇവിടുത്തെ വൺ ഓഫ് ദ ഹൗസ് ഓണർ ആൻഡ് മെമ്പർ എന്ന് പറയാം, അലക്സ് അല്ലേ? നമസ്കാരം. വളരെ യങ് ഏജിൽ തന്നെ മനോഹരമായിട്ടുള്ളൊരു വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഇതിപ്പോൾ 3 മാസമായി. 3 മാസം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ആ ഫ്രഷ്നെസ് വീടിനകത്ത് പല സ്ഥലത്തും. ഓക്കെ,
ഓക്സിക്കോ ഹോംസ് എങ്ങനെയാണ് അവരിലേക്ക് എത്തിച്ചേരുന്നതും അവരെങ്ങനെയാണ് പരിചയപ്പെടുന്നതൊക്കെ? ഒരു ഫ്രണ്ടിൻ്റെ കോണ്ടാക്റ്റിലൂടെ കിട്ടിയത്. പിന്നെ ലക്ഷ്മി നാരായണനാണ് ചീഫ് ആർക്കിടെക്ട്. പുള്ളിയായിട്ട് സംസാരിച്ചു. ആ ഒരു ഇൻട്രാക്ഷനിൽ ഫൈനലൈസ് ചെയ്തു, ഓക്കെ ഇതാണ് നമുക്ക് വേണ്ട ആൾ. എനിക്കൊരൊറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻലി ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യവും ഇവിടെ ഒന്ന് ഓവർസീ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നാട്ടിലാളുണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ ത്രൂ ഫോൺ തന്നെ ആയിരിക്കും. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചെടുക്കണം. അപ്പം അതിൻ്റെ ഒരു അഷുറൻസിലാണ് നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതെ, ഫസ്റ്റ് കണ്ടീഷൻ ഇത് തന്നെയായിരുന്നു. പിന്നെ ഗോയിങ് ഫോർവേഡ് അത് അവർ പ്രൂവ് ചെയ്തു. ശരി. അല്ല, നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു രീതികളൊക്കെ നമുക്ക് കംഫർട്ടായിരുന്നോ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിൻ്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ക്രിയേറ്റീവായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം റിക്വയർമെൻറ്റ് ചോദിച്ച സമയത്ത് വി സെറ്റ് ലൈക്ക് 4 bedrooms വേണം, ബാക്കിയുള്ള ഈ ഡിസൈനും കാര്യങ്ങളും ഫ്ലോർ പ്ലാനും എല്ലാം ലക്ഷ്മിയുടെ ഐഡിയ തന്നെയായിരുന്നു. ആൻഡ് 3D റെൻഡേഴ്സ് കാണിച്ചത് വിച്ച് വാസ് സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അതുകൊണ്ട് ചെറിയ മൈനർ ചേഞ്ചസ് പറഞ്ഞെങ്കിലും അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ രീതിക്കനുസരിച്ച് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇവർ എനർജറ്റിക് ആയിട്ടുള്ള 5 ചെറുപ്പക്കാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സിക്യൂഷൻ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സൂപ്പർവിഷൻ, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളിലൊക്കെ ഇവർ ഓക്കെ ആയിരുന്നു. അതെ, പ്രത്യേകിച്ച് ഞാനൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവരോട് ഇൻട്രാക്ട് ചെയ്യാനും ഒരു ഈഗോ പ്രശ്നം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. എന്തുണ്ടെങ്കിലും തുറന്നു പറയും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഓവറോൾ ഇറ്റ് വാസ് എ സ്മൂത്ത് എക്സ്പീരിയൻസ്. ഓക്കെ. സോ ആഫ്റ്റർ ഓൾ വീട് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വീട് എത്തിച്ചേർന്നു? ഏകദേശം എത്തിച്ചേർന്നു. സോ ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ ഇവരെ സജസ്റ്റ് ചെയ്യുന്ന. താങ്ക് യു വെരി മച്ച്. സോ ഓക്സിക്കോ ഹോംസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്തൊക്കെ സർവീസസ് ആണ് അവർ നമുക്ക് വേണ്ടി ചെയ്തു തരാന്നുള്ള കാര്യങ്ങളൊന്ന് ചോദിക്കാം. ഒന്ന്, നിങ്ങളുടെ സർവീസ് പ്രൊഫഷണലായിട്ട് എന്ത് സർവീസസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതൊന്ന് പറയാമോ? ഞങ്ങൾ ഹോം കൺസ്ട്രക്ഷൻ, ഹോമിൻ്റെ ഇൻറ്റീരിയേഴ്സ്, ലാൻഡ്സ്കേപ്പ്, കോമ്പൗണ്ട് വാൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത്. ഇൻറ്റീരിയറൊക്കെ നമ്മൾ ചെയ്യുന്നത് കമ്പനി കട്ട് ഫിനിഷിങ്ങിലായിരിക്കും. എഡ്ജ് ബാൻഡിങ് എല്ലാം കമ്പനി ഫിനിഷിംഗ് ആണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഇൻറ്റീരിയർ മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ചെയ്യുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ കൺസ്ട്രക്ഷൻ ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിലും ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ സെപ്പറേറ്റ് ഇൻറ്റീരിയർ മാത്രമായിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്ന ജില്ലകളിലാണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻസ്? ഞങ്ങൾ കൂടുതൽ നോക്കുന്നത് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട ഈ 3 സ്ഥലങ്ങളാണ്, 3 ജില്ലകളിലാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തീർച്ചയായിട്ടും. ഈ വീടിൻ്റെ എലിവേഷനും ഇൻറ്റീരിയർ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു കഴിഞ്ഞ് ഒരാൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കോസ്റ്റിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ്, കോസ്റ്റ് എസ്റ്റിമേഷനൊക്കെ വരുന്നത്? ഞങ്ങൾ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ് ക്ലയൻറ്റിന് നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത്. ആ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് പ്രീമിയം ക്വാളിറ്റിയാണ് ആവശ്യമെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് ആയിരിക്കും ആ സ്ക്വയർ ഫീറ്റിനെ ബാധിക്കും. പ്രീമിയം ക്വാളിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കല്ല്, സിമൻറ്റ്, കമ്പി, ഇന്റീരിയറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ബ്രാൻഡ്, അതിന്റെ ബ്രാൻഡ് വാല്യൂ, അതിന്റെ വാറണ്ടി, ഇതൊക്കെയാണോ ഉദ്ദേശിച്ചത്? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോംസും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓ ശരി. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വരുന്ന ഒരു ക്ലയൻറ്റ് ഒരു ക്ലയൻറ്റ് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോൺ ത്രൂ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓഫീസിൽ വരികയാണെങ്കിൽ ഓഫീസിൽ വന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ പ്രേക്ഷകർക്ക് ഒന്ന് കൊടുത്തോട്ടെ. ഇവരെ വിളിക്കാൻ ആവശ്യമായിട്ടുള്ള കോൺടാക്ട് നമ്പേഴ്സ്, ഇവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ, ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. ഈ വീട് ഇഷ്ടപ്പെട്ട ആളുകൾക്കെല്ലാം ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട 3 ജില്ലകളിൽപ്പെട്ട ആളുകൾക്കാണ് ഇവരുടെ സേവനം ലഭ്യമാവുക. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ